ഹലോ ഫ്രണ്ട്സ്, ഇടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഉള്ളത് ഇന്നൊരു ചൈന CRT കിറ്റ് ആണ്. അപ്പം ഇതിൽ വെർട്ടിക്കൽ കംപ്ലൈന്റുകളുടെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചൈന കിറ്റിന്റെ വെർട്ടിക്കൽ ആയിട്ടുള്ള വോൾട്ടേജുകളുടെ ഫുൾ ഡീറ്റെയിൽസ്, അതുപോലെ ഓരോ വോൾട്ടേജ് മിസ്സായാലുള്ള കംപ്ലൈന്റുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പം നമ്മുടെ TV ഓൺ ആണ്. നമ്മൾ TV വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നോർമലായിട്ടിരിക്കുമ്പം നമ്മുടെ വോൾട്ടേജുകൾ ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് 25 വോൾട്ട് നമ്മുടെ വർക്കിംഗ് വോൾട്ടേജ് ആണ്. 25.3 വോൾട്ട് 4 വോൾട്ട് ഉണ്ട്. അത് നമ്മുടെ ഈ ലെഗിലും ഉണ്ടാവും 25.4. ഓക്കെ, ഇത് ഗ്രൗണ്ട് ആണ്. ഇനി അടുത്ത് നമ്മുടെ ഈ 4 പിന്നുള്ള സൈഡിൽ നമ്മുടെ ഇവിടെ ഒരു 3.2 വോൾട്ട്, അതുപോലെ ഈ പിന്നിലും മേളിലും താഴെ ആയിട്ട് നമുക്ക് 3.2 വോൾട്ട് വെച്ച് ഉണ്ടാവും. ഇത് ഒരു 12 വോൾട്ട്, 12.5 വോൾട്ട്. അത് നമ്മുടെ ഈ വെർട്ടിക്കൽ ഇതിലേക്ക് പോകുന്നതാണ്. 12.5 ഇവിടെ വരെ വരുന്നുണ്ട്. അതുപോലെ ഇതിലൊരു 1.2 തൊട്ട് 1.5 ആ ഒരു 2 വോൾട്ടിനകത്തൊരു റേഞ്ചിൽ ഇവിടെ വോൾട്ടേജ് ഉണ്ടാവും. ഇതാണ് നമ്മളിപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള വോൾട്ടേജ്, കറക്റ്റായിട്ട് നിൽക്കുന്ന വോൾട്ടേജുകൾ. ഇനി നമുക്ക് ഈ വോൾട്ടേജുകൾ മിസ്സാവുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഈ ICയുടെ 16ാമത്തെ പിന്ന് 8873 ആ റേഞ്ചിൽ വരുന്ന IC ആണ് 8873. ഇതിൻ്റെ 16ാമത്തെ പിന്നാണ് നമ്മുടെ വെർട്ടിക്കലിൻ്റെ വോൾട്ടേജ് വരുന്നത്. ഒരു 4.5 വോൾട്ട് ആ ICയിലും നമുക്ക് ഉണ്ടാവും. ICയുടെ ഈ പിന്നിൽ 16ാമത്തെ പിന്നിൽ നമുക്കൊരു 4.5 വോൾട്ടും ഉണ്ടാവും. അപ്പോൾ ഈ വോൾട്ടേജുകൾ ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ നമുക്കുള്ള കംപ്ലൈൻറ്റുകൾ എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഈ 15 വോൾട്ട് നമ്മുടെ വെർട്ടിക്കൽ സപ്ലൈയിൽ നിന്ന് 25 വോൾട്ട് അതിവിടെ നിന്നാണ് നമുക്ക് ഈ പവർ സപ്ലൈയിൽ നിന്ന് വരുന്നത്. ഈ ലൈൻ മിസ്സായിട്ടുണ്ടെങ്കിൽ ഈ IC വർക്ക് ചെയ്യില്ല. അത് നമുക്ക് നോർമലായിട്ട് തന്നെ കിട്ടുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് ഈ 25 വോൾട്ടാണ്. 25 വോൾട്ട് ആ ലൈൻ നമ്മൾ ട്രേസ് ചെയ്യുക. നമ്മുടെ ICയിൽ നിന്ന് വരുന്ന പിന്നെ 16ാമത്തെ പിന്ന് ട്രേസ് ചെയ്താൽ നമുക്ക് ഈ ഒരു പിന്നാണ് ആ വരുന്നത്. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് നമുക്ക് മിസ്സായാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഈ പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ ആ പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ഓൺ ചെയ്ത് നോക്കാം. സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ലൈനാണ് നമ്മുടെ കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആ പോയിന്റ് തിരിച്ച് സോൾഡർ ചെയ്തു. അതുപോലെ നമുക്ക് വരുന്ന ഒരു കംപ്ലൈൻറ്റ് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ട്രേസ് ചെയ്ത് വരുമ്പോൾ ഇതാണ് നമ്മുടെ ആ പോയിന്റ് വരുന്നത്. അവിടെ 3.2 വോൾട്ട് തന്നെയാണ്. ഇവിടുന്ന് ഈ ഇതൊരു 8 വോൾട്ടാണ്. ഈ 8 വോൾട്ട് നമുക്കിവിടെ ഒരു റെസിസ്റ്റർ ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റർ കംപ്ലൈൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ അത് വന്നാൽ നമുക്ക് നോക്കാം. ആ റെസിസ്റ്റർ ഓപ്പൺ ആയാൽ നമുക്ക് എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവുക എന്ന്. ആ റെസിസ്റ്റർ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൺ ചെയ്യാം. ആ റെസിസ്റ്റർ ഓപ്പൺ ആയാലും നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ തന്നെ കംപ്ലൈൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ കംപ്ലൈൻറ്റുകൾക്ക് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം.
അത് നമുക്ക് തിരിച്ച് ആ പോയിന്റ് സോൾവ് ചെയ്ത് വിടാം. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് വന്നാൽ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ തന്നെ ആയിരിക്കും നമ്മുടെ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ കൺട്രോൾ വോൾട്ടേജിൻ്റെ ലൈനിൽ കിടക്കുന്ന കപ്പാസിറ്റർ, 12 വോൾട്ടിൽ കൺട്രോൾ വോൾട്ടേജ് കിടക്കുന്ന കപ്പാസിറ്റർ ആൻഡ് ഈ കപ്പാസിറ്റർ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ വെർട്ടിക്കലിൽ ചില പ്രശ്നങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യോക്ക് കണക്ട് ചെയ്യുന്ന പോയിന്റിൽ ഈ പോയിന്റ്, ഈ യോക്ക് കണക്ട് ചെയ്യുന്ന ഈ 2 പോയിന്റിൽ വെർട്ടിക്കലിൻ്റെ 2 പോയിന്റ് തങ്ങളിൽ പാരലായിട്ട് ഒരു റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട്. ആ റെസിസ്റ്ററും നമുക്ക് കംപ്ലൈൻറ്റുകളൊക്കെ ആയിട്ട് വരാറുണ്ട്. ആൻഡ് ഇതാണ് ആ റെസിസ്റ്റർ, ഇതും കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ നോർമലായിട്ട് വെർട്ടിക്കൽ സെഷനിൽ കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ. ഇനി വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.